തൊടുപുഴയിൽ വലിയ രീതിയിലുള്ള ഫ്ലക്സ് പ്രിന്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ അവിടെ വന്നിട്ട് മാധ്യമപ്രവർത്തകർ ചോദിക്കുക, ഇതാരുടെ ഫ്ലക്സ് ആണ് നിങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്? 1500 ഫ്ലക്സ് ഓർഡർ തന്നു. ആരാണ്? ജ്യോതികുമാർ ചാമക്കാല. എന്താണ് ജ്യോതികുമാർ ചാമക്കാലയുടെ ഫ്ലക്സിൽ നിങ്ങൾ മണ്ഡലം വെക്കാത്തത്? മണ്ഡലം പിന്നെയാണെങ്കിലും വെക്കാലോ. ഒരു കൈപ്പത്തിയും അദ്ദേഹത്തിന്റെ മുഖവും വെച്ച് അങ്ങ് അടിക്കുക തന്നെ. എന്ത് തന്നെയായാലും മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന ഏത് മണ്ഡലത്തിലാണെങ്കിലും കൊണ്ടുപോയി അങ്ങ് നിരത്തുക തന്നെ. കോൺഗ്രസിന്റെ അടപടലം മൂഞ്ചുന്ന കൃത്യമായ ഭരണ സംവിധാനങ്ങളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു പാർട്ടിയിൽ അടിയോടടിയാണ്. ആലപ്പുഴയിൽ ഷുക്കൂർ ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നെ ഇന്ന് മത്സരിപ്പിക്കുമെന്ന് പട്ടിക വരുമ്പോൾ എൻ്റെ പേരില്ലെങ്കിൽ ഓർത്തിരുന്നോളൂ, ദേശീയ നേതാവ് ആലപ്പുഴയിൽ നിന്നുണ്ടെങ്കിലും ശരി, രമേശ് ചെന്നിത്തലയാണെങ്കിലും ശരി, VD സതീശനാണെങ്കിലും ശരി, പറയാനുള്ളത് മുഴുവൻ ഞാൻ പറയും. നിങ്ങൾക്ക് പറയാനാവില്ല എന്ന് കരുതുന്നതും ഞാൻ പറഞ്ഞു പോകുമെന്ന് ഷുക്കൂർ ഇന്ന് KPCCയുടെ വൈസ് പ്രസിഡന്റ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. കെ സുധാകരൻ കണ്ണൂർ വെച്ച കൊടിക്ക് മുകളിൽ അനങ്ങാനാവുന്നില്ല കോൺഗ്രസ് ഹൈക്കമാൻഡിന് പോലും. അവിടെയാണ് ജ്യോതികുമാർ ചാമക്കാല മണ്ഡലം പോലും വെക്കാതെ സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് തൊടുപുഴയിൽ ഫ്ലക്സ് അടിപ്പിക്കുന്നത്. കണ്ടു നോക്കൂ ആ വീഡിയോ എന്തുമാത്രം കൗതുകകരമാണെന്ന്. ഒരു 1000 ഇത് കൈപ്പത്തി ചിഹ്നവും പേരും ഉണ്ട്, പക്ഷെ ഏത് മണ്ഡലമാണെന്നില്ലല്ലോ. മണ്ഡലം പറഞ്ഞില്ല, മണ്ഡലത്തിന്റെ അടുത്ത് വരില്ലേ ഉള്ളൂ, തീരുമാനമാവുന്നതല്ലേ ഉള്ളൂ. അതെ, മണ്ഡലം വന്നാലും വരും. തുടങ്ങി വെക്കണു വരുള്ളൂ. ഇപ്പൊ കുറെ ഉണ്ടല്ലോ. എത്ര ഉണ്ട് മൊത്തത്തിൽ 10,500 ആരാണ് ഓർഡർ കൊടുത്തത്? സാർ തൊഴിൽക്കാരൻ തന്നെ. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കോൺഗ്രസിൽ ഇനിയും അവസാനിച്ചിട്ടില്ല. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളായി ആരും രംഗത്ത് വരുത്തുന്നുള്ള കർശന നിർദ്ദേശം KPCC പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഒരു രസകരമായ കാഴ്ച. ജ്യോതികുമാർ ചാമക്കാല ഫ്ലക്സ് അടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രചരണത്തിനുള്ള ഫ്ലക്സുകൾ ജ്യോതികുമാർ ചാമക്കാലയുടെ പേരിൽ തൊടുപുഴയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അരികിലുണ്ട് ചാമക്കാല, കൈപ്പത്തി ചിഹ്നം.